ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് മുട്ട വെച്ചൊരു സിമ്പിൾ ഐറ്റം പ്രിപ്പയർ ചെയ്യാം. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഓക്കെ. ഇന്ന് വെറൈറ്റി ആയിട്ട് ഒരു ഓംലെറ്റ് തയ്യാറാക്കാം. അതിനായി ഒരു ഉരുളക്കിഴങ്ങ്, ഒരു ക്യാരറ്റ്, ഒരു സവാള, ഒരു തക്കാളി, 2 മുട്ട, കുറച്ച് മുരിങ്ങയില. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവാള ഇത് ചെറിയ കഷ്ണങ്ങളാക്കി വഴറ്റിയെടുക്കാം. തക്കാളിയുടെ പകുതി എടുത്താൽ മതി. ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, സവോള, തക്കാളി എല്ലാം വഴറ്റിയെടുത്തു. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാം. ആവശ്യത്തിന് ഉപ്പിട്ടു. കുരുമുളക് പൊടിയാണ് വേണ്ടത്. കുരുമുളക് പൊടി, ഉപ്പ്, കാശ്മീരി മുളക് പൊടി കുറച്ച് ഇതിട്ടൊന്ന് ഇളക്കിയെടുക്കും. മസാലയെല്ലാം ചേർത്ത് ശരിക്കും വഴന്നു. ഇനി ഇതിലേക്ക് മുരിങ്ങയില ലാസ്റ്റ് മുരിങ്ങയില ഇട്ടൊന്ന് വാട്ടിയെടുക്കാം. മുരിങ്ങയിലയും വഴന്നു. ഇനി രണ്ടായിട്ടിത് പകുത്ത് ഞാൻ നടുക്കേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കണം. ഞാൻ 2 മുട്ട എടുത്തിട്ടുള്ളൂ, അതുകൊണ്ട് രണ്ടായിട്ട് പകുത്തു. കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ കൂടുതലെടുക്കാം. പിന്നെ നടുക്കേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കാം. ഇതിൻ്റെ നടുക്കായിട്ട് മുട്ട പൊട്ടിച്ച് ഒഴിച്ചു. ഇനി ഇത് ചെറുതീയിൽ മൂടി വെച്ച് പയ്യെ വേകട്ടെ. ഒരു 10 മിനിറ്റ് ഈ ഉണ്ണിയെല്ലാം വെന്ത് വരണ്ടേ. അപ്പം ചെറുതീയിൽ പയ്യെ വേകട്ടെ. ഓംലെറ്റ് ഇവിടെ കുക്കായി നോക്കാം. 10 മിനിറ്റ് കഴിഞ്ഞു. മുട്ടയൊക്കെ കണ്ടോ വെന്തു. ഇനി ഇതിൻ്റെ പുറത്ത് കുറച്ച് ഗരം മസാല ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. കുരുമുളക് പൊടിയും ഗരം മസാലയും കൂടെ ചേർത്ത് ലേശം ഒന്ന് വെതറി കൊടുക്കും. ഇത് ചപ്പാത്തിയുടെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റായിട്ട് കുട്ടികൾക്ക് കൊടുത്തു വിടാം. അങ്ങനെ 2 മുട്ട കഴിക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് തന്നെയാണെങ്കിലും കഴിക്കാം. ചപ്പാത്തിയുടെ കൂടെ ഇതിൻ്റെ കൂടെ 2 ചപ്പാത്തി, 1 ചപ്പാത്തി മതി. ഒരു ഓംലെറ്റും കൂടെ ഉണ്ടെങ്കിൽ ഹെൽത്തി ആയിരിക്കും. ഓക്കെ, ബൈ. ചപ്പാത്തിയുടെ കൂടെ കഴിക്കാനെടുക്കാം. ചപ്പാത്തിയും വെജിറ്റബിൾ ഓംലെറ്റും ഇവിടെ റെഡിയായി. കഴിക്കാനെടുത്ത്. ഇത് വളരെ സിമ്പിളല്ലേ. എല്ലാവരും ട്രൈ ചെയ്യണേ. അടുത്ത വീഡിയോ കാണാൻ. താങ്ക്സ് ഫോർ വാച്ചിങ്.